ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെർബോ 4. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഏറ്റവും പുതിയ ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ ഹൈ റൈഡറിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഹൈബ്രിഡ് മോഡലാണിത്. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പ് വേരിയൻ്റ് വരുന്നൊരു മോഡലാണ്. ഈ ഒരു വണ്ടി കൊണ്ടുവന്ന എൻ്റെ ബ്രദറാണ്. ഞാനിപ്പോൾ ഉള്ളത് ജലന്ധറിലാണ്. ഉണ്ണിക്കുട്ടൻ അഭിജിത്ത് എന്ന് പറയും. ആളൊരു റാപ്പറും സിംഗറും ഒക്കെയാണ്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ ത്രൂ ആണ് ഈ ഒരു വണ്ടി നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ പുതിയതായിട്ട് നേരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക. സോ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം കാണാൻ ശ്രദ്ധിക്കുക. സോ ഗൈസ് തുടങ്ങാം. ഇതാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈ റൈഡറിൻ്റെ ടോപ്പ് വേരിയൻറ്റ്. ആദ്യം തന്നെ മുൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രാൻഡ് വേരിയൽ കണ്ട ഒരു സിംഗിൾ പീസ് LED ലൈറ്റ് അല്ല, ഇത് ജസ്റ്റ് ഒരു സ്പ്ലിറ്റായിട്ട് രണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിനുള്ള ഒരു ക്രോമിയം എലമെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അത് നേരെ ഈ ഗ്രില്ലിലേക്ക് ജോയിൻ ചെയ്ത് ആ ഒരു സെൻട്രൽ പോർഷൻ ടോട്ടലി കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ളൊരു ക്രോമിയം എലമെൻറ്റാണ് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. മുന്നിലെ ടൊയോട്ടയുടെ വലിയൊരു ലോഗമാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനൊക്കെ തന്നെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഉള്ളിൽ നിന്നാണ്, റാപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ടോട്ടലി ഒരു കാർബൺ ഫൈബർ പോലെ തോന്നിക്കുന്ന ഒരു പോർഷനുള്ളിലായിട്ടാണ് ഒരു ഫ്രണ്ട് ഗ്രില്ല് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹുഡ്ഷെല്ലിന് മുകളിലേക്ക് വരുമ്പോൾ വലിയൊരു ഹുഡ്ഷെൽ ഏരിയയാണ്. രണ്ട് ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ലൈൻസ് ഈ ഒരു രണ്ട് ഭാഗത്തായിട്ടും കൊടുത്തിട്ടുള്ളത് കാണാം. അവിടെ തന്നെ തൊട്ട് താഴേക്ക് വരുമ്പോൾ ധാരാളം കട്ടിങ്ങുകളും കാര്യങ്ങളും ഈ ഒരു ക്യാരക്ടർ ലൈൻസും മറ്റും ഈ ഒരു മുൻഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് വരുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിന് ചുറ്റും ഒരു ക്രോമിയം ഇൻസേർട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. ഈ ഒരു ഗ്രില്ലിലേക്ക് താഴെ ചെറിയൊരു എയർ ഇൻടേക്കിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ വരുമ്പോൾ വലിയൊരു എയർ ഡാം ഏരിയ പോലെ തോന്നിക്കെങ്കിലും ഫുൾ ക്ലോസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഓപ്പണായിട്ട് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിലെ നമുക്ക് നെയിം പ്ലേറ്റിന് മുകളിലെ ആ ഒരു ക്യാമറയുടെ പൊസിഷനിങ് വരുന്നത് കാണാം. ഈ ഒരു വാഹനത്തിൽ നമുക്ക് 360 ക്യാമറ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ ആ ഒരു മുൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാം. അവിടെ തൊട്ട് താഴെ വരുമ്പോൾ ഈ ഒരു പോർഷനൊക്കെ തന്നെ ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് എന്ന് തോന്നിയ രീതിയിലുള്ളൊരു മെറ്റാലിക് ഗ്രേ ഫിനിഷുള്ളൊരു പോർഷനിലാണ് ആ ഒരു താഴ്ഭാഗം ബമ്പറിനെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിന് തരാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കുറച്ചുകൂടി എടുപ്പ് വണ്ടിക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴായാലും ആ ഒരു ഓൾറൗണ്ടർ ക്ലാഡിങ് നമുക്ക് വണ്ടിയുടെ 4 ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്ന സൈഡ് പ്രൊഫൈൽ ആ ഒരു വലിയൊരു ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ്. അതിൻ്റെ ഒരു ടയർ സൈസും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് സ്ക്രീനിൻ്റെ സൈഡിൽ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ധാരാളം കട്ടിങ്ങുകളും ക്യാരക്ടർ ലൈൻസ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ കണ്ടാൽ തന്നെ അറിയാം. ജസ്റ്റ് ഒരു സ്കൂപ്പ് പോലെ വന്നിട്ട് ഇത് ഇവിടുന്ന് ഒരു വലിയൊരു ഈ ഒരു DRലോട് ചേർന്നൊരു ക്യാരക്ടർ ലൈൻ നേരെ പാസ് ചെയ്യുന്നുണ്ട്. അത് ഈ വിൻഡോ ലൈനിൽ നേരെ ഒരു റിയർ ടെയിൽ ലാമ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് ഒരു ക്യാരക്ടർ ലൈൻ പാസ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹൈബ്രിഡിൻ്റെ ഒരു ചെറിയ ബാഡ്ജിങ് ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുള്ളത് കാണാം. HEV എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഓവർവ്യൂവിന് താഴെ നമുക്ക് 360 മിററിൻ്റെ ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. A പില്ലറും B പില്ലറും C പില്ലറും ടോട്ടലി ഒരു ബ്ലാക്ക് തീമിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരേ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. അതായത് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു ബ്ലാക്ക് ഇൻസേർട്ടോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്ലാസ് ഏരിയയാണ്. അതുപോലെ തന്നെ വൈപ്പേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടെക്കിൻ ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഏരിയയിൽ നിന്ന് ധാരാളം താഴേക്ക് നീക്കിയാണ് അത് കൊടുത്തിട്ടുള്ളത്. വൈപ്പറിൻ്റെ വാഷിങ്ങിൻ്റെ നോസിൽസും കാര്യങ്ങളും ആയാലും ഈ ഒരു പോർഷനായിട്ടാണ് വരുന്നത്. അതും നന്നായി ടെക്കിൻ ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ഉള്ളൊരു ഫ്രണ്ട് പ്രൊഫൈലാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അവിടെ തന്നെ നേരെ സൈഡിലേക്ക് വരുമ്പോൾ വിൻഡോ ലൈനിന് താഴെ ഒരു ക്രോമിയം ഇൻസേർട്ട് കൊടുത്തിട്ടുള്ളത് കാണാം. ആ ഒരു ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് വരെ അത് ജോയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. മുകളിലെ റൂഫ് റെയിൽസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഒരു ഗ്രേ ഫിനിഷുള്ള റൂഫ് റെയിൽസ് ആണ്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് കോ ഡ്രൈവേഴ്സ് നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഡോറിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ മാത്രമാണ് ഒരു കീ സ്ലോട്ട് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് തന്നെ നേരെ ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ പിന്നിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് 215/60 R17 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മാസമായിട്ട് തോന്നിക്കുന്ന ടയർസും കാര്യങ്ങളുമാണ് വരുന്നത്. ഈ ഒരു പോർഷനിൽ നിന്നുള്ള വ്യൂ ആണ് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ. അതായത് ഈ ഒരു ബാക്ക് സൈഡിലെ വ്യൂസും കാര്യങ്ങളും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ കാര്യം. നമ്മൾ വിറ്റാലയിൽ നിന്ന് കണ്ടുവന്ന് അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫുള്ളി ഒരു ബ്ലാക്ക് തീമിൽ തന്നെയാണ് ഒരു വരുന്നത്. അതിനുള്ള ചെറിയൊരു റെഡ് ഇൻസേർട്ടിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത്. അതും നമുക്ക് ജോയിൻ്റായിട്ടല്ല വരുന്നത്. സെൻറ്ററിലെ വലിയൊരു ക്രോം ബാർ നമുക്ക് ഫ്രണ്ടിൽ കണ്ടപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പേ നമ്മൾ വിറ്റാരല്ലേ കണ്ടു ഈ ഒരു പോർഷൻ വേറൊരു കളറിലായിരിക്കും വരുന്നത്. അതായത് വൈറ്റ് ആണെങ്കിൽ ചെറിയ ഗ്രേ ഇൻസേർട്ടോട് കൂടിയാണ് വരുന്നത്. എന്നാൽ ഇതിൽ ടോട്ടലി ഒരു ബ്ലാക്ക് തീമിൽ തന്നെയാണ് ഒരു C പില്ലറിൻ്റെ ഒരു പോർഷനൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. മുകളിലെ ഷാർക്ക് ഫിൻ ആൻറ്റിന് നമുക്ക് പിന്നിൽ നിന്നും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റൂഫ് ലൈൻസ് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പാനോരമിക് സൺറൂഫിൻ്റെ ഏരിയയാണ് മുന്നോട്ട് പോകുമ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി പിന്നിലേക്ക് വരുമ്പോൾ നമ്മൾ വിറ്റാരിൽ കണ്ടുവന്ന സെയിം രീതിയിലാണ്. അതായത് ബ്രേക്ക് ലാമ്പ് മാത്രമേ ഉള്ളൂ വിറ്റാരയിൽ നിന്ന് ചേഞ്ച് ആയിട്ട് കൊടുത്തുള്ളൂ. ഈ ഒരു സൈഡിലെ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും ഒക്കെ തന്നെ സെയിം ആ ഒരു വിറ്റാരയുടെ അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. സൈഡിലെ ഒരു പ്രത്യേക പോർഷനുള്ളിലായിട്ടാണ് ആ ഒരു സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് പോലെ തന്നെ റിവേഴ്സ് ലാമ്പും ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ളൊരു കട്ടിങ്ങുകളും കാര്യങ്ങളും ആ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു വലിയൊരു ക്രോം ബാറാണ്. ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു വലിയൊരു ക്രോം ബാറിന് സെൻട്രലായിട്ടാണ് ഒരു ടൊയോട്ട ലോഗോ കൊടുത്തിട്ടുള്ളത്. പിന്നിലെ ഡിഫോക്കർ ലൈൻസ് പോലെ തന്നെ വൈപ്പറും വാഷറും എല്ലാം കൊടുത്തിട്ടുള്ളത് കാണാം. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത് ഈ ഒരു സ്പോയിലറിനുള്ളിലായിട്ടാണ്
മുകളിലെ ഒരു സ്പോയിലർ കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത്. അവിടുന്ന് തന്നെ ടെയിൽ ലാമ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു സി ഷേപ്പിലുള്ള ടെയിൽ ലാംപ്സ് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അർബൻ ക്രൂയിസർ ഹൈ റൈഡറിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നത് കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ വേരിയൻ്റ് തിരിക്കുന്ന രീതിയിലുള്ള ബാഡ്ജിങ്ങും വരുന്നുണ്ട്. VHEV എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റാണിത്. ഫ്രണ്ടിൽ കണ്ടപോലെ ഒരു ഗ്രേ ഫിനിഷുള്ളൊരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് ഏരിയ പിന്നിലായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോൾ ആ ഒരു എക്സോസ്റ്റ് ടിപ്പ് പിന്നിൽ നിന്ന് ഒരല്പം വിസിബിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ആ ഒരു പിൻഭാഗത്തെ വിശേഷങ്ങൾ പറയുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബൂട്ട് ഏരിയ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സൈഡിലെ ഒരു ബൂട്ട് ലാമ്പ് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് മാനുവലി വേണേൽ ഓഫും ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ടും അത് വർക്ക് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. നമുക്ക് അത്യാവശ്യം വാക്യൂം ക്ലീനറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാവുന്നൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലെ ലഗേജ് ഹുക്ക് വരുന്നുണ്ട്. പോർഷനൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളത് വിറ്റാരയുടെ വീഡിയോയിൽ കണ്ട പോലെ നമുക്ക് ഫുള്ളി ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഒരു സ്പെയർ വീൽ എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു വാഹനത്തിൻ്റെ സ്പെയർ വീൽ വരുന്നത് താഴെയായിട്ടാണ്. ഈ ഒരു പോർഷനൊക്കെ തന്നെ ആ ഒരു ടൂൾ കിറ്റും മറ്റും നല്ല പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ ടയർ പ്രഷർ മെഷീനും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ഈ ഒരു പോർഷനായിട്ടാണ് ഇതിൻ്റെ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു ബാറ്ററിയുടെ ഹൈബ്രിഡിൻ്റെ ബാറ്ററി വെക്കുന്ന ഒരു പോർഷൻ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ സൈഡിലും ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളത് കാണാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബൂട്ട് ഏരിയയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഗ്രാബ് ഹാൻഡിൽ ഈ ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് കാണാം. ഇത്രയാണ് ഒരു ബൂട്ട് ഏരിയയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ വരുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ടൊയോട്ട 2 എംബ്ലം കൊടുത്തിട്ടുള്ളത് കാണാം. 2 സ്മാർട്ട് കീസാണ് ഈ ഒരു വാഹനത്തിനോടൊപ്പം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോക്ക് നമുക്ക് ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ ഈ ഒരു നോർമൽ ഫിസിക്കൽ കീ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമുക്കത് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഡ്രൈവർ സൈഡിൽ ഒരു കീ സ്ലോട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. നേരെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറുകളും കാര്യങ്ങളുമാണ് വരുന്നത്. മൊത്തത്തിലൊരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിട്ടുള്ളത്. ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് തീമും അതിനോടൊപ്പം തന്നെ ഒരു ഗ്ലോസി സിൽവർ തീമും ഈ ഒരു പോർഷനിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോമിൻ്റെ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഒരു ലെതർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിൽ ലെതർ ഇൻസേർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷനൊക്കെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടിനുള്ളിലാണ് പവർ വിൻഡോയുടെ സ്വിച്ചുകളും കാര്യങ്ങളും വരുന്നത്. പവർ വിൻഡോ ഓട്ടോ അപ്പും അതുപോലെ തന്നെ ഓട്ടോ ഡൗണിൻ്റെ ഫീച്ചർ ഡ്രൈവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് ഒക്കെ തന്നെ ടിൻറ്റഡ് ഗ്ലാസ് ആണ് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാനൊരു സ്വിച്ചും കൊടുത്തിട്ടുള്ളത് കാണാം. അവിടെ നിന്ന് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫോട്ടോ സ്പീക്കേഴ്സും അതുപോലെ തന്നെ ട്വീറ്റേഴ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. സൈഡിലൊരു മാപ്പ് പോക്കറ്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡറിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം. ഇതിലേക്ക് വരുമ്പോൾ ടോട്ടൽ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് കാണാൻ സാധിക്കുന്നത്. ഡോർ പാഡ് കണ്ടുപോലെ ആ ഒരു സെയിം ട്രിം ഈ ഒരു ഡാഷ്ബോർഡ് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. അതും ലെതറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഫുള്ളി ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ ഈ ഒരു താഴെ വരുന്നത് കാണാം. ആദ്യം തന്നെ നമുക്ക് സീറ്റിൻ്റെ കാര്യം പറയാം. ഈ ഒരു ഫുള്ളി ലെതർ സീറ്റ്സ് ആണ് കമ്പനി ഈ ഒരു ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് രണ്ടും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു എയർ വെൻസ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഫോർവേഡും ബാക്ക്വേഡും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സൈഡിലായിട്ടാണ്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ജസ്റ്റ് മുകളിലും താഴെയുമാണ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിയറിംഗ് വീലൊക്കെ കൊടുത്തിട്ടുള്ളത്. ടീ കട്ട് സ്റ്റിയറിംഗ് വീലൊന്നുമല്ല, ഫുള്ളി ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. സെൻറ്ററിൽ നമുക്ക് ടൊയോട്ടയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു പോർഷനൊക്കെ തന്നെ നോർമലി ഒരു ബ്ലാക്ക് റിംഗ് ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലെ മീഡിയയുടെ കൺട്രോൾസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ക്രൂയിസ് കൺട്രോൾസിൻ്റെ സിസ്റ്റം ഈ ഒരു സൈഡിലെ കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ കാര്യം പറയുമ്പോൾ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി വരുന്ന തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സും കാര്യങ്ങളും ഈ ഒരു ടോപ്പ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. അവിടുന്ന് തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലാണ് അതുപോലെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് വരുന്നത്. ഒരു ക്രോമിയം റിങ്ങിന് സെൻട്രലായിട്ടാണ് ഒരു ബ്ലൂ തീമിലാണ് ഒരു പവർ സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ മറ്റും ഡീറ്റെയിൽസ് ഈ ഒരു പോർഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 360 വ്യൂവിൻ്റെ ഒരു ക്യാമറയുടെ ബട്ടണും സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു നോബാണ് ഈ ഒരു സൈഡിലേക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള അതുപോലെ തന്നെ എഞ്ചിൻ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ലിവർ ഈ ഒരു പോർഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പെഡൽസ് നമുക്ക് കാണാം. സൈഡിലെ ഒരു പ്രോപ്പർ ഡെഡ് പെഡലും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അവിടുന്ന് തന്നെ ജസ്റ്റ് നമുക്ക് മീറ്റർ കൺസോളിലേക്ക് വരാം. ഫുള്ളി ഒരു ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മോഡുകളും കാര്യങ്ങളും സെലക്ട് ചെയ്യാം. അതിൻ്റെ ഒരു സ്വിച്ച് വരുന്നത് ആ ഒരു സെൻറ്റർ കൺസോളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രൈവ് മോഡ്സ് അതുപോലെ തന്നെ EV മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പം മുകളിലെ നമുക്ക് സ്പീഡോമീറ്റർ കാണാം. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിൽ നമുക്ക് വാർണിംഗ്സുകളും കാര്യങ്ങളും എല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ബ്ലൂ ഇലുമിനേഷൻ സൈഡിലായി കൊടുത്തിട്ടുള്ളത് കാണാം. അല്ല നമുക്ക് മുകളിലെ എഞ്ചിൻ ടെമ്പറേച്ചർ കാണാം. അതുപോലെ തന്നെ താഴെ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. അതിന് മറ്റ് സൈഡിലെ വാർണിംഗുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കാണാം. ഇത്രയൊക്കെയാണ് ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് ആവറേജ് ഫ്യൂൽ എക്കോണമി, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗും ട്രിപ്പ് 2 ടയർ പ്രഷർ മോണിറ്റർ റേഞ്ചും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഒരു മീറ്റർ കൺസോളിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലെയാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഓണായി വരുന്നത് കാണാം. ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ളൊരു ഇതൊക്കെ എഴുതി വരുന്നുണ്ട്. ഹലോ, അതുപോലെ തന്നെ സ്പീഡോമീറ്ററും ടൈമും കാര്യങ്ങളും ആ ഹെഡ് അപ്പ് ഡിസ്പ്ലേക്ക് ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അവിടെ തന്നെ നമുക്ക് ഈ ഒരു സെൻറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 10 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ എല്ലാ ഫീച്ചറുകളും അതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് കാണാം. താഴെ ഫിസിക്കൽ ടച്ച് ബട്ടൺസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് തൊട്ട് താഴേക്ക് വരുമ്പോൾ AC വെൻസിന് ചുറ്റും ഒരു സിൽവർ ഇൻസേർട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. സെൻറ്ററിലെ ഒരു ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഈ ഒരു പോർഷനൊക്കെ തന്നെ ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് തീമിലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നിന്ന് ഫ്ലോ ആയി വരുന്ന രീതിയിലുള്ള 2 സിൽവർ ഒരു ഇൻസേർട്ടുകളും ആ ഒരു ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ കൺസോളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. ഡ്യുവൽ ടോൺ AC ഒന്നുമല്ല, സിംഗിൾ ടോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നമുക്ക് ഒറ്റ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിഫോഗർ, റിയർ ഡിഫോഗറിൻ്റെ സ്വിച്ച് ഫിസിക്കലി ഈ ഒരു സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. അതൊരു ഫുള്ളി ഒരു സിൽവർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഈ ഒരു സെൻറ്ററിലായിട്ടാണ് വരുന്നത്. ഈ 2 ഡമ്മി സ്വിച്ചുകളാണ് വരുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് ഒരു വയർലെസ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു USB ചാർജിങ് സോക്കറ്റും അതുപോലെ തന്നെ 12 വോട്ടിൻ്റെ ഒരു സോക്കറ്റും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കാണാം. ഡാഷ്ബോർഡിൽ കണ്ട ആ ഒരു സെയിം ട്രിം ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയർ നോബ് കാണാം. പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ തന്നെ ഒരു B എന്ന് പറഞ്ഞ മോഡും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ തൊട്ട് പിന്നിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പോർഷനായിട്ടാണ് EVയുടെ അതുപോലെ തന്നെ ഡ്രൈവ് സെലക്ട് ചെയ്യാനുള്ള ഇതും വരുന്നത്. നമുക്ക് ജസ്റ്റ് ഡ്രൈവ് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് പവർ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇൻ്റർഫേസ് ടോട്ടലി ഒരു റെഡ് തീമിലോട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഇക്കോ മോഡിൽ ഒരു ബ്ലൂ തീമും EV മോഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു ലൈറ്റ് ബ്ലൂയിഷ് ഗ്രീൻ തീമിലാണ് വരുന്നത്. വെന്റിലേഷൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു രീതിയിൽ മാനുവൽ വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. അതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളും നമുക്ക് കൂട്ടാം. ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഈ ഒരു പോർഷനുമാണ് നമുക്ക് ഇതിൻ്റെ എയർ വരുന്നത്. അവിടുന്ന് തന്നെ നമ്മൾ ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡിൽ സെയിം രീതിയിലുള്ള ഒരു പിയാനോ ബ്ലാക്ക് റിമോട്ട് കൂടിയ AC വെൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ക്ലോസ് ചെയ്യുന്ന AC വെൻസ് ആണ് ഈ ഒരു സൈഡിലും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ഈ ഒരു ഏരിയയൊക്കെ തന്നെ പ്ലെയിനായിട്ടാണ്. നമുക്ക് ഐഡിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്പേസ് നമുക്ക് ആ ഒരു പോർഷനിൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു താഴെ നമുക്ക് ആംബിയൻ ലൈറ്റിങ് ചെറിയൊരു സ്പോട്ട് ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു പോർഷനൊക്കെ തന്നെ കണ്ടാൽ ചെറിയൊരു ലൈറ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. ഒരു വൈറ്റ് സ്റ്റിച്ചാണ് ഈ ഒരു ലെതറിന് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു നോർമലായിട്ടുള്ള ഗ്ലൗ ബോക്സ് ഏരിയയാണ്. അതിനുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കാണാം. അത്യാവശ്യം ബുക്കും മാനുവലും ഒക്കെ തന്നെ വെക്കാനുള്ള ചെറിയൊരു സ്പേസാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. മറ്റ് സ്പേസ് എന്ന് പറയുമ്പോൾ 2 കപ്പ് ഹോൾഡറിനുള്ള സ്പേസ് ആണ്. ഹാംറസ്റ്റ് കാര്യം പറയുമ്പോൾ അഡ്ജസ്റ്റബിൾ ഹാംറസ്റ്റ് ആണ്. നമുക്ക് ഫ്രണ്ട് ബാക്കും അതുപോലെ തന്നെ നല്ലൊരു ഡീപ്പ് സ്റ്റോറേജ് അതിനുള്ള ലഭിക്കുന്നുണ്ട്. നമുക്കിത് മാനുവലി ഫ്രണ്ടും ബാക്കും കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യുന്നൊരു ഹാംറസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് IRVM ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡേ നൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് വാനിറ്റി മിറർ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലുള്ള വാനിറ്റി മിററാണ്. ലാമ്പോട് കൂടെ ഒരു വാനിറ്റി മിറർ നമുക്ക് ഡ്രൈവർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. സെയിം നമുക്ക് കോ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോഴും ആ ഒരു സെയിം ലാമ്പോട് കൂടിയ സൺ ഷെയ്ഡ്സ് ആണ് വരുന്നത്. സെൻറ്ററിലേക്ക് വരുമ്പോൾ ഒരു സൺഗ്ലാസ് ഹോൾഡർ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു പാനോറമിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ക്ലോസ് കാണിച്ചു തരാം. ഒരു സിംഗിൾ ടച്ച് ക്ലോസിങ്ങിൻ്റെ ഒരു ഫീച്ചറൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ഈ രീതിയിലാണ് അതിൻ്റെ ക്ലോസിങ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു കർട്ടൻ ഓഫ് ചെയ്യാനായാലും നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ടച്ചിൽ നമുക്ക് ആ ഒരു കർട്ടൻ സ്ലൈഡായി വരുന്നതാണ്. ചില വാഹനങ്ങൾ നമ്മളത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഇത് ഈ ഒരു വാഹനത്തിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല.
ഒറ്റ ടച്ചിൽ നമുക്കത് ക്ലോസ് ആകുന്നുണ്ട്. ഇനി ഒരു പോർഷനൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു നൈസ് കർട്ടൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഹാർഡായിട്ടുള്ള റൂഫ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഈ കർട്ടൻ ഒന്ന് ബാക്കൊക്കെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ ഒരു ക്യാബിൻ ലാമ്പ് വരുന്നത് LED ക്യാബിൻ ലാമ്പാണ് വരുന്നത്. ഇരുഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു ഇതിൽ പുഷ് ചെയ്തും ലൈറ്റ് ഓണാക്കാം. അതേപോലെ തന്നെ സിംഗിൾ ഒരു സ്വിച്ചിൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാം. ഹാൻഡിൽസിലേക്ക് വരുമ്പോൾ സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു മുൻഭാഗത്തെ വിശേഷങ്ങളുള്ളത്. പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കാണാം. ഇത്രയൊക്കെയാണ് ഒരു മുൻഭാഗത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് റിയർ സീറ്റിലോട്ട് പോയി അവിടുത്തെ നോക്കാം. ഈ ഒരു വാഹനത്തിന് റിയർ പ്രൊഫൈലിലേക്ക് വരാം. ഇത് കണ്ടപോലെ തന്നെ ഒരു ലെതർ ഇൻസെർട്ട് പിന്നിലെ ഡോർ പാഡിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ആ ഒരു സിൽവർ ഇൻസെർട്ടും ക്രോമിയം ടിപ്പോട് കൂടിയ ഡോർ ഹാൻഡിൽസുമാണ് കൊടുത്തിട്ടുള്ളത്. പവർ വിൻഡോ സ്വിച്ച് ഈ ഒരു പോർഷനായിട്ട് കൊടുത്തിട്ടുള്ളത് കാണാം. താഴെ ഒരു 1 ലിറ്റർ ബോട്ടിലുള്ള ചെറിയൊരു മാപ്പ് പോക്കറ്റ് ഏരിയയാണ് കാണാൻ സാധിക്കുന്നത്. സ്പീക്കർ ഏരിയ ഈ ഒരു ഡോർ പാഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നിലെ റിയർ കർട്ടൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അവിടുന്ന് തന്നെ നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ കണ്ട സെയിം പാറ്റേണുള്ള സീറ്റ്സാണ് പിന്നിലും കാണാൻ സാധിക്കുന്നത്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഒരു ഫീച്ചറായിട്ട് വന്നത്. പ്രത്യേകിച്ച് ഈ സെൻട്രലിലുള്ള ഹെഡ് റെസ്റ്റ് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. അതേപോലെ തന്നെ ജസ്റ്റ് ഉള്ളിലേക്ക് വരുമ്പോൾ ഈ സെറ്റേഷൻ പിന്നിലേക്ക് ഇറക്കി ഇടുമ്പോൾ നല്ല ഇതുള്ളൊരു ലെഗ് റൂമും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ കർട്ടൻ ക്ലോസ് ചെയ്യാം. തന്നെ ഈ ഒരു പനോരമിക് സൺറൂഫിൻ്റെ നല്ല ഇതുള്ളൊരു വിഷ്വലും കാര്യങ്ങളും ക്യാബിനുള്ളിലേക്ക് ലൈറ്റ് വരാനും മറ്റും സഹായിക്കുന്നുണ്ട്. ഇതാണ് പിന്നിൽ നിന്നുള്ള ഒരു ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ ലുക്കും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുള്ളത് കാണാം. 2 സൈഡിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കത് ക്ലോസ് ചെയ്യാവുന്നതുമാണ്. താഴെ 2 C-ടൈപ്പ് ചാർജിങ് പോർട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ വെക്കാനുള്ളൊരു ഹോൾഡർ നമുക്ക് ആ ഒരു പോർഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ആംറസ്റ്റ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഈ ഒരു പോർഷൻ നമുക്ക് പിന്നിലേക്ക് ആക്സസിബിൾ അല്ല. 2 കപ്പ് ഹോൾഡറോട് കൂടിയ നല്ലൊരു ആംറസ്റ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടുന്ന് തന്നെ ഇതാണ് ആ ഒരു ഡോർ പാഡിൻ്റെ ലുക്കും മറ്റും. സെൻറ്ററിൽ ഇരിക്കുന്ന 3rd പാസഞ്ചറിന് പ്രോപ്പറായിട്ടുള്ള ഒരു സീറ്റ് ബെൽറ്റും കാര്യങ്ങളും ഈ ഒരു റൂഫിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് നല്ല അത്യാവശ്യം നല്ലൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് തോന്നി. ഇത്രയൊക്കെയാണ് ആ ഒരു പിൻഭാഗത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നല്ല ഇതുള്ളൊരു അണ്ടർത്തെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു പിൻ സീറ്റ് ലഭിക്കുന്നുണ്ട്. നല്ല ഹെഡ് റൂമും കാര്യങ്ങളും ഒരു ക്രോസ് ഓവർ മോഡലായതുകൊണ്ട് നല്ല ഇതുള്ള ഹെഡ് റൂമും കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഇൻറ്റീരിയർ ക്യാബിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി സംസാരിക്കുന്നത്. അതായത് ക്യാബിനുള്ളിലെ വെട്ടം കുറച്ച് കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പിൻഭാഗത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെക്കിനെ പറ്റി പറയുമ്പോൾ ഇതൊരു 1.5 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫുള്ളി ഹൈബ്രിഡ് വാഹനമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 91 BH പവറും 122 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ക്ലെയിംഡ് ARAI മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 27 km/ലിറ്റർ ആണ്. അതേപോലെ തന്നെ ജലന്ധറിലെ ഈ ഒരു V ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടോപ്പ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 22,75,000 രൂപയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തൊട്ട് ഇത് ഞാൻ ഇപ്പോൾ പഞ്ചാബിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പം നാട്ടിലെ ഓൺ റോഡ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ നല്ല വ്യത്യാസമുണ്ട്. കാരണം RTO ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്രൈസ് കുറവാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ജസ്റ്റ് ഷോറൂമിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസുകളും കാര്യങ്ങളും ചോദിക്കുക. പിന്നെ ഇവിടുത്തെ ഞാൻ പ്രൈസുകളും കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ഗ്രാൻഡ് വിറ്റാരയുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഗ്രാൻഡ് വിറ്റാരയുടെ ലിങ്കും കൊടുത്തിരിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് ആ ഒരു വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും വണ്ടി റിലേറ്റഡുള്ള ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്.